എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ എത്തി നിൽക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ 5th പാർട്ട് 2 SCRT-യിലാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 7th ചാപ്റ്റർ ഫിനിഷ് ചെയ്തു, ഗതാഗതവും ആശയവിനിമയവും എന്നുള്ളൊരു ചാപ്റ്റർ വെറുതെ വായിച്ചു പോകാതെ അഡീഷണൽ പോയിൻറ്റ്സും കുറച്ച് കാര്യങ്ങളെയൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. നാടറിയാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു കവിതയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. പച്ചയാൻ വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചെന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ്. ആ കവിത വായിച്ചു നോക്കിക്കൊള്ളുക. അപ്പം മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണ്. ഈ വരികൾ കണ്ടാലും ഏത് കവിതയിലെ ആരുടേതാണെന്ന് ഓർത്തിരിക്കാൻ അത് സഹായകമാകും. ഇനി നമുക്ക് വേണ്ട കുറച്ച് പോയിന്റ്സിലോട്ട് നമ്മൾ വരികയാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ കീഴിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. മലനാട്, ഇടനാട്, കോസ്റ്റൽ ഏരിയ എന്നിങ്ങനെ. മലനാടെന്ന് പറയുമ്പോൾ ഹൈലൻഡ് ആണ്, പിന്നീട് ഇടനാടെന്ന് പറയുന്നത് മിഡ്ലൻഡ് ആണ്, പിന്നീട് നമ്മുടെ കോസ്റ്റൽ ഏരിയ ആണ് നമുക്ക് കാണാനെ കൊണ്ട് പറ്റുന്നത്. ഇവിടെ കറക്റ്റ് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. കേരള ജോഗ്രഫി ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളവർക്കറിയാം. തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിൽ താഴെയുള്ളതാണ്. ഇടനാടെന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളതാണ്. മലനാടെന്ന് പറയുന്നത് 75 മീറ്ററിന് മുകളിൽ ഉള്ളതാണ്. അപ്പം ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രിസൺമാൻ്റെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പൊതുവെ കേരള ജോഗ്രഫിയിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻറ്റും ആണല്ലോ. അപ്പോൾ തീരപ്രദേശം, ഇടനാട്, മലനാട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ മാത്രമല്ലാതെ ബൈ ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ആണ് എന്നും കൂടി നോക്കണം. അതായത് കേരളത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് മലനാട് വരുന്നത്, ഇടനാട് വരുന്നത്, അല്ലെങ്കിൽ തീരപ്രദേശം വരുന്നത് എന്നും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇതിൽ മലനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ 48% ആണ്. ഇടനാടെന്ന് പറയുന്നത് 42% കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് 10%. അപ്പോൾ മലനാട് എത്രയാണ്? 48%. ഇടനാട് 42%. കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ നമുക്കിനിയും ഓരോ ഡിവിഷൻ്റെ ഫീച്ചറിലോട്ട് പോകാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് മലനാടെന്ന് പറയുന്നത് നമ്മൾ കണ്ടതുപോലെ 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളും മലകളും പർവ്വതങ്ങളും ഒക്കെയുള്ള ഭൂപ്രകൃതി വിഭാഗമാണ്. വലിയ തോതിൽ മഴ ലഭിക്കുന്നതുമാണ്. പൊതുവെ ഹരിതാപമായിട്ടുള്ള പ്രദേശവുമാണ്. ഓർത്തിരിക്കണം, ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. മറക്കരുത്, കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. എവിടെ? മലനാട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മലനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. മലനാടെന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് ഡിവിഷനാണ് എന്ന് പറയുന്നത് മലനാടാണ്. അതുപോലെ തന്നെ ഏരിയ നോക്കുമ്പോഴും നമ്മൾ പറഞ്ഞു 48% നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഇൻ കേരള എന്ന് പറയുന്നതും മലനാടാണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് കേരള എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ മലനാടാണ് എന്ന് ഓർത്തിരിക്കുക. എന്നാൽ ഈ മലനാടില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയാണ് മലനാടില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇടനാട്ടിലോട്ട് പോകാം. ഇടനാട് മാപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദികളുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷത. മാത്രമല്ല ഇടനാട്ടിൽ റബ്ബർ, വാഴ തുടങ്ങിയവയൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നീട് ഇടനാട്ടിൽ നമുക്ക് ധാരാളം ലാറ്ററൈറ്റ് കുന്നുകൾ കാണാനെ കൊണ്ടും പറ്റും. ഇനി ലാറ്ററൈറ്റ് സോയിലും അലൂവിയൽ സോയിലും ഒക്കെ ഇടനാട്ടിൽ ഉണ്ട് താനും. ഇനി തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, തീരപ്രദേശമാണ്. അപ്പോൾ കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ നമ്മൾ ബൈ ഏരിയയിൽ എത്ര പറഞ്ഞായിരുന്നു? 10% എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിലെ മൺസൂണിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്.
ഇത് നമുക്ക് മാപ്പും കൂടി ഞാൻ കാണിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. ആദ്യം നമുക്കിതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എന്താണ് മൺസൂൺ കാറ്റുകൾ? മൺസൂൺ കാറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവുമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ചാണ്, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന്, അതായത് നമ്മുടെ ഇക്വേറ്റർ ഉണ്ടല്ലോ, ഇക്വേറ്ററിൻ്റെ വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ സൗത്ത് വെസ്റ്റ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശും. അത് മഴക്കാറ്റുകളാണ്. ഈ ഒരു കാറ്റിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ പിക്ക് കാണിക്കാം. നോക്കോ, ഇതിൽ നിങ്ങൾക്ക് കാണാം സൗത്ത് ഇക്വേറ്റർ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് തെളിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് വരയ്ക്കാം. ഇത് ഈ പോയതാണ്, ഇവിടെ ഇക്വേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സൗത്ത് വെസ്റ്റ് ആണല്ലോ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് വീശുന്ന കാറ്റുകളാണ്. ഇവിടുന്ന് വീശുമ്പോൾ ഇവിടെ എന്താണുള്ളത്, നമ്മുടെ വെസ്റ്റേൺ ഘാട്ടുണ്ട്. വെസ്റ്റേൺ ഘാട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് എന്ത് ചെയ്യും, മഴമേഘങ്ങൾ ഇവിടെ വന്ന് തടഞ്ഞ് നിൽക്കും, മഴമേഘങ്ങൾ രൂപപ്പെടും. അങ്ങനെ ഇവിടെ മഴ പെയ്യും. ഇനി നമുക്ക് ആ പേജിലോട്ട് പോയിട്ട് ഒന്നും കൂടി ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം പറയാം. എന്തായിരുന്നു, ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് എന്ത് നടക്കുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ നടക്കുന്നത്. അപ്പോൾ ജൂൺ സെപ്റ്റംബർ മാസത്തിൽ ഭൂമധ്യരേഖയ്ക്ക് നോർത്ത്, അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ നോർത്ത്, ഞാൻ വരച്ചത് ഇക്വേറ്ററിൻ്റെ നോർത്ത് ആയിരുന്നല്ലോ, ഇക്വേറ്ററിൻ്റെ നോർത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് സൗത്ത് വെസ്റ്റ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഇതിൽ ഈർപ്പമുണ്ടായിരിക്കും. അപ്പോൾ കരയിലേക്ക് ഇത് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ കാറ്റുകളെ വെസ്റ്റേൺ കാറ്റ് തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ എന്താണ്, വെസ്റ്റേൺ കോസ്റ്റിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാമേ, ക്ലിയർ ആയവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേരെ. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഇക്വേറ്ററിൻ്റെ നോർത്ത് എന്ന് പറയുമ്പോൾ ഇവിടാണ്. അപ്പോൾ ഇവിടുന്ന് സൗത്ത് വെസ്റ്റിൽ നിന്ന് മഴക്കാറ്റ് വീശാണ്. അപ്പോൾ ഇതെന്താണെന്നാണ് പറഞ്ഞത്, ഈർപ്പവാഹികളാണെന്നാണ് പറഞ്ഞത്. മഴമേഘങ്ങൾ വെസ്റ്റേൺ ഘാട്ട് ഉള്ളതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഘാട്ടിൽ തടഞ്ഞ് മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നു. കേരളമടക്കമുള്ള വെസ്റ്റേൺ തീരപ്രദേശങ്ങളിൽ എന്തിന് കാരണമാകുന്നു, മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫുൾ കോൺസെപ്റ്റ് ഒന്നും ജോഗ്രഫിയിലേത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. SCERT പറഞ്ഞിട്ടുള്ളതിനെ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് ജോഗ്രഫിയൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ കുറച്ചും കൂടി നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ആ പേജിലോട്ട് പോകാം. അപ്പം ഈ ഒരു മൺസൂണാണ് കാലവർഷം എന്ന്, ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് കൊണ്ട് കേരളത്തിലെ ഈ മഴക്കാലം ഇത് കാലവർഷം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണാണ് കാലവർഷം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതെപ്പോഴാണെന്നാണ് പറഞ്ഞത്, ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഇനി അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, അതായത് നോർത്ത് ഈസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇനിയും പറയാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ്. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേരെ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് നോർത്ത് ഈസ്റ്റ് നിന്നും വീശും. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകും. ആ പോകുന്നതിനാൽ അത് അവിടെ ഈർപ്പം കൊണ്ട് നിറയും, അല്ലെങ്കിൽ ഈർപ്പപൂരിതമാകും. ഇത് ഇന്ത്യയുടെ സതേൺ സ്റ്റേറ്റുകളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാകും. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. നമുക്കിതിനെ ഒന്ന് നോക്കാം. ഇതിൻ്റെ മാപ്പും കൂടി നോക്കാമേ. ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് വീശുന്നത്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വീശുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിൽ കൂടി പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോകുമ്പോൾ സതേൺ സ്റ്റേറ്റിൽ എന്താണ്, ഇത് ഈർപ്പപൂരിതമാകും. സതേൺ സ്റ്റേറ്റുകളിൽ ഇത് മഴയ്ക്ക് കാരണമാകും. അപ്പോൾ അത്
പിക്ചർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഈ പിക്ചർ ആഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് ആ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മണ്ണും മനുഷ്യരും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇനിയും ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കാനെ കൊണ്ട് വെച്ചേക്കുന്ന ഒരു ബോക്സാണ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വായിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പം നമുക്കിവിടെ വേണ്ടത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നത് ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ്. അപ്പോൾ അതിനകത്ത് എന്ത് പറയുന്നുണ്ട്, എന്തിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. മണ്ണ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ്. അതിൽ മണ്ണ് രൂപപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് 6ാം ക്ലാസ്സിലെ SCERT-യിലും പറയുന്നുണ്ട് കേട്ടോ. അത് ആദിമ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ പറയുന്നത്. അത് നമുക്ക് 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നോക്കാം. ഇനി ഇവിടെ ഓർത്തിരിക്കണം, 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ തെറ്റാണെന്ന് വിചാരിക്കരുത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ആ ഒരു അവിടുത്തെ പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്രവർത്തനം, ഇതൊക്കെ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു എന്ന് ഉള്ളത് മനസ്സിലാക്കുക. പിന്നെ പലതരം സോയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്, റെഡ് സോയിൽ ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്, അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. ഈ ചെങ്കൽ മണ്ണും ചെമ്മണ്ണും തിരിഞ്ഞു പോകരുത്, ചെങ്കൽ മണ്ണാണ്. അത് 65% ഒരിക്കൽ PYQവിൽ ചോദിച്ചിട്ടുണ്ട്. 65 എത്ര ശതമാനം ആണ് വരുന്നതെന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. 65% ആണ് ഉള്ളത്. ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അലൂവിയൽ സോയിലാണ്. അലൂവിയൽ സോയിൽ ഇന്ത്യയുടെ ബൈ ഏരിയയിൽ ഒരു 46%, ഏകദേശം 46% വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലാറ്ററൈറ്റ് സോയിലാണ്. ഇന്ത്യയിൽ അലൂവിയൽ സോയിലാണ് 46% വരുന്നുണ്ട്. കേരളയിൽ 65% വരുന്നുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഇവിടെ മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കണ്ടൽക്കാടുകൾ പറയുന്നുണ്ട്, കയർ ഭൂവസ്ത്രം, കല്ല് കയ്യല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ്, തട്ട് കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കണ്ടൽക്കാട് കണ്ട സ്ഥിതിക്ക് കണ്ടൽക്കാടിനെ കുറിച്ച് 2 വാക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. കണ്ടൽക്കാടെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരാളുണ്ട്, നമ്മുടെ കല്ലേൻ പുക്കുടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്കാണ് കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്നുള്ളത്. കല്ലേൻ പുക്കുടൻ്റെ വർക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ കല്ലേൻ പുക്കുടൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ആക്കിയിട്ടുണ്ട്. അത് പുക്കുടൻ എഴുതാത്ത ആത്മകഥ എന്നാണ് അതിൻ്റെ പേര്. അത് താഹ മാഡായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. താഹ മാഡായി അദ്ദേഹം എഴുതിയതാണ് പുക്കുടൻ എഴുതാത്ത ആത്മകഥ എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള, അതായത് ഒരു ബയോഗ്രഫി പോലാണ് എഴുതിയിട്ടുള്ളത്. പുക്കുടൻ എഴുതാത്ത ആത്മകഥ എന്ന് പറയുന്നത് 2003 അത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ കല്ലേൻ പുക്കുടനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കവിയൂർ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സ്ഥലം എന്ന് പറയുന്ന ഫിലിമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടൽക്കാട് കണ്ടതുകൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞതാണ്. ഇനി ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 എന്ന് ഓർത്തിരിക്കണം. ഡിസംബർ 5. നമ്മുടെ ഷോർട്സിൽ ഞാൻ ഒക്ടോബറിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് ഒന്ന് കയറി കാണണം. അതിൽ ഒക്ടോബറിൽ വരുന്ന മേജറായിട്ടുള്ള ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒക്ടോബർ 5 ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമാണ്. ഒക്ടോബർ 5 ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഓക്കെ, ഇനി അതത്രയും ആയി.
ഇവിടെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പം ഏതൊക്കെ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേട്ടോ. ഇനി അടുത്തത് ഇനിയും ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ കുറച്ച് പദ്ധതികളും അതാരാണ് നടപ്പിലാക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതി ഹരിത കേരളം മിഷനാണ് നടപ്പിലാക്കുന്നത്. പിന്നെ മാലിന്യമുക്ത നവകേരളമുണ്ട്, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളമുണ്ട്, അതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ജൽജീവൻ മിഷനുണ്ട്, അത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇവിടെ താഴെ ഇങ്ങനെ കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്കും ലക്ഷ്യങ്ങളൊന്ന് കണ്ടെത്തി മനസ്സിലാക്കി വെക്കാം. അതിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർച്ചാലുകൾ, നമ്മുടെ തോടുകൾ ഒക്കെ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരണ്ടു പോയിട്ടുണ്ടെങ്കിലൊക്കെ അതിനെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. അത് ഹരിത കേരളം മിഷൻ്റെ അണ്ടറിലാണ്. പിന്നെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ, അത് എന്താണ് പേരിലുള്ളതുപോലെ തന്നെ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളത്തെയാണ് അത് ലക്ഷ്യം വെക്കുന്നത്. ഇതിനവരൊരു ടാർഗറ്റ് പീരീഡും വെച്ചിട്ടുണ്ടായിരുന്നു. 2024 ഗാന്ധി ജയന്തി തൊട്ട് 2025 മാർച്ച് 30 വരെയാണ് അവരതിന് ടാർഗറ്റ് പീരീഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2024 ഒക്ടോബർ 2 തൊട്ട് 2025 മാർച്ച് വരെ. അപ്പോൾ ആ ഒരു 6 മാസക്കാലം ആണ് അവരെന്താണ് ഒരു ടാർഗറ്റ് പീരീഡായിട്ട് വെച്ചത്. 2025 കൂടി പൂർണ്ണമായിട്ടും തന്നെയാണ് പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു മാലിന്യമുക്ത നവകേരളം എന്നുള്ളൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഇനി തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നത്. ഈ തെളിനീരൊഴുകും നവകേരളം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് സത്യത്തിൽ തെളിനീരൊഴുകും നവകേരളം. പക്ഷെ നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇനി ഞാൻ ഒഴുകട്ടെ നിർവഹിച്ചത് ഹരിത കേരളം മിഷനാണ്. ഇനി അടുത്തത് നമ്മുടെ ജൽജീവൻ മിഷൻ. ഇത് നമ്മൾ കുറേ ന്യൂസസിലും അല്ലാതെയൊക്കെ കണ്ടും കേട്ടും പരിചയിച്ചതാണ് നമ്മുടെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് സേഫായിട്ടും ആഡിക്വേറ്റ് ആയിട്ടും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അല്ലെങ്കിൽ കുടിവെള്ളം ടാപ്പ് വഴി എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ജൽജീവൻ മിഷന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പദ്ധതി, അതിൻ്റെ എയിം, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൻ്റെ വിളവൈവിധ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അതായത് നമ്മൾ മുൻപേ പല ഡിവിഷൻ പറഞ്ഞല്ലോ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോ മേഖലയിലും എന്തൊക്കെയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് ഇവിടത്തെ പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നീട് പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകവുമാണ്. ഇനിയും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങൾക്കൊപ്പം ഇടനാട്ടിലെ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. നമ്മുടെ ജോൺ ജോസഫ് മർഫി, അദ്ദേഹമാണ് റബ്ബർ കൃഷിയുടെ ഇന്ത്യയിലുള്ള ഫാദറായിട്ടൊക്കെ അദ്ദേഹത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് മുന്നോട്ടുള്ള SCRTയിൽ പറയും കേട്ടോ. ഇനി തീരപ്രദേശത്തിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ അത് എന്തിനാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്? നെൽകൃഷിക്ക് അത് കൂടുതൽ അനുയോജ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് തെങ്ങ് സമൃദ്ധമായിട്ട് വളരുന്നതിനും സഹായകമാകും. പിന്നെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് കൂടുതൽ നെല്ലും തെങ്ങും, പിന്നീട് നമ്മുടെ ഇടനാട്ടിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണെന്ന് നമ്മൾ കണ്ടു. പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ കേരളവും പ്രകൃതി ദുരന്തങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ് ലാൻഡ് സ്ലൈഡ് ഇഷ്യൂ ഒക്കെ വയനാട്ടിലെ ആണെന്നുണ്ടെങ്കിലും
ഇവിടെ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, പിന്നെ കൊടുത്തിട്ടുണ്ട് പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 നടന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം നമ്മുടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപപ്പെടുന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് രൂപപ്പെടുന്നത്. കേരളത്തിൽ അന്നത്തെ ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കൂടി അതോറിറ്റികളും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ രൂപപ്പെടുന്നത് 2007 കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നത് തിരുവനന്തപുരത്ത് ആണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി 2007 മെയ് 4 വന്നത്. പിന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ഒരു കറണ്ട് അഫേഴ്സും കൂടെ കാണിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ്. നിങ്ങൾ ഈ ന്യൂസ് ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലിവിങ് ലാബ് പ്രോഗ്രാം കേരളത്തിൽ ഫസ്റ്റ് വരുന്നത് അത് കണ്ണൂരാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു ന്യൂസാണ് ഈ ഒരു കാര്യം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇന്ത്യാസ് ഫസ്റ്റ് വില്ലേജ് പഞ്ചായത്ത് വേറെ ലിവിങ് ലാബ് അപ്രോച്ച് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് കണ്ണൂരാണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. പഞ്ചായത്തിൻ്റെ പേര് കണ്ണൂരുള്ളൊരു സ്പെസിഫിക് ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ക്ഷമിക്കണം ഞാനതിപ്പോൾ മറന്നുപോയി. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഞാനതിപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിച്ചർ പഞ്ചായത്താണ്. കാണിച്ചർ അങ്ങനെയാണെന്ന് തോന്നുന്നു ഉച്ചരിക്കുന്നത്. കാണിച്ചർ പഞ്ചായത്തിലാണ്. ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആണ്. അതായത് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ചുള്ള അലേർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലിവിങ് ലാബ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ക്ലാസ്സിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സജഷൻസും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ബൈ, എല്ലാവരും സുഖമായിട്ടിരിക്കുക.